Today we're talking about may in English grammar. Main usage to politely request permission. To recall the technique, narrated through a short story. ചെറിയൊരു 2 വരി കഥ കേട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടന്നു വരാം. ഓക്കെ, പുസ്തകത്തെ ഒരു ആഴം അതിൻ്റെ ആട്ടുംകുട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ ഒരു വഴിയിലൂടെ ഞാൻ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്നാണ് ഈ ആട്ടിൻകുട്ടിക്ക് ദാഹം വന്നത്, വെള്ളത്തിന് ദാഹിച്ചത്. അങ്ങനെ കുറച്ച് നടന്ന് മുന്നോട്ടെത്തിയപ്പോൾ ആ ആട്ടിൻകുട്ടി ഒരു പാത്രത്തിൽ വെള്ളം കണ്ടു. ഓക്കെ, നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് പോലെ ഇവർക്ക് സംസാരിക്കാൻ സാധിക്കും ഇല്ല. അവർക്ക് ഉണ്ടാക്കാൻ അറിയേണ്ട ഒരു സൗണ്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ഏതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഏതാണെന്ന് മെഹേ അല്ലെ, ഏതാണ്? അപ്പോ ഈ ആട്ടിൻകുട്ടി അതിന്റെ അമ്മയോട് ചോദിക്കാണ്, അമ്മ ഞാൻ വെള്ളം കുടിക്കട്ടെ, അമ്മ ഞാൻ വെള്ളം കുടിക്കട്ടെ. അല്ലെ, അമ്മ കൂടെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ചോദിക്കണമല്ലോ അല്ലെ. ഒരാൾ കൂടെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തോട് നമ്മൾ എന്ത് ചെയ്യാണ്, പെർമിഷൻ ചോദിക്കാം. ഓക്കെ, അമ്മ ഞാൻ വെള്ളം കുടിക്കട്ടെ ഞാൻ ചോദിക്കാം. മേ എന്ന സൗണ്ട് മാത്രമേ അവർക്ക് അറിയുള്ളൂ അല്ലെ. അപ്പൊ ഞാൻ എന്താ ഇംഗ്ലീഷിൽ പറയാം, ഐ കുടിക്കാന്നല്ലേ, ഡ്രിങ്ക്, വെള്ളത്തിന് എന്താ പറയാ, വാട്ടർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ആടിന്റെ സൗണ്ടാണ്. എന്താണ് സൗണ്ട്? മേ എന്നൊരു സൗണ്ട് അല്ലേ. അപ്പോ ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, 2 വിഷയം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന്, എവിടെ നമ്മളൊരാളോട് പെർമിഷൻ ചോദിക്കാണ്ടിരിക്കണം, വളരെ പൊളൈറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടെക്നിക്കാണ് നമ്മൾ ആറ് ടെക്നിക്കായ മേ. ഓക്കെ, ആറ് ടെക്നിക്കായ മേ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരാളോട് പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയാണ്. എവിടെ നമ്മൾ പെർമിഷൻ ചോദിക്കുകയാണെങ്കിലും വളരെ പൊളൈറ്റ് ആയിട്ട് ഫോർമൽ ആയിട്ട് പെർമിഷൻ ചോദിക്കാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് നമ്മൾ ആറ് ടെക്നിക്കായ മേ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇംഗ്ലീഷിൽ മേ യൂസ് ചെയ്യുന്നത് ടു ആസ്ക് പെർമിഷൻ ഇൻ എ പൊളൈറ്റ് വേ. വളരെ വിനയത്തോടു കൂടി നമുക്ക് ആളുകളോട് അനുവാദം, പെർമിഷൻ, ഇതാട്ടോ മെയിൻ സാധനം. ആളുകളോട് നമുക്ക് അനുവാദം ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? മേ എന്ന് പറയുന്ന ടെക്നിക്ക്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിന് മാന്യൻ എന്ന് പറയുന്ന ഒരു കോഡുമായിട്ട് കണക്ട് ചെയ്തത്. അതായത് മാന്യന്മാരൊക്കെ എവിടെ കയറി ചെന്നാണെങ്കിലും അനുവാദം ചോദിച്ചാൽ കയറും അല്ലെ. ഒരു ഓഫീസിൽ കയറുമ്പോൾ എക്സ്ക്യൂസ് മീ, അനുവാദം ചോദിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മേ എന്നുള്ളത് മാന്യന്മാരുടെ കൈയുണ്ടായിരിക്കേണ്ട മെയിൻ സാധനമാണ്. അവരെല്ലാ സമയത്തും പെർമിഷൻ, അനുവാദം ചോദിച്ചിട്ട് മാത്രമേ എന്തു ചെയ്യുള്ളൂ അല്ലേ. അപ്പം മേൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ആസ്ക് പെർമിഷൻ ഇൻ എ പൊളൈറ്റ് വേ. Main usage, to ask permission in a polite way. Examples. 1. May I come in? Yes, of course. No, of course not. Positive answers. Yes, you may. Yes, of course. Yes, sure. Yes, you can. With pleasure. Why not? Negative answers. No, you may not. No, of course not. No, you can't. No, I'm sorry. No, please don't. More examples. May I drink some water? Yes, you may. No, you may not. May I drive your car? Yes, you can. No, you can't. May I do the dishes? Of course not. May I do the laundry? Sure you can. Sorry, you can't. May I grate this coconut? Yes, sure. No, please don't. May I pay the bill? Yes, of course. No, of course not. May I fetch that file? Yes, you can. No, you can't. May I sweep the floor? Why not? No, you can't. May I ask a question? Yes, of course. No, of course not.